അസ്സാം വലൈക്കും. എൻ്റെ പേര് മന്ന. ഞാൻ കഴിഞ്ഞ കൊല്ലം M9 ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ്. അൽഹംദുലില്ലാ എൻ്റെ സ്കോർ 680. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് എൻ്റെ പാരൻസിനോടാണ്. കാരണം ത്രൂ ഔട്ട് എൻ്റെ കൂടെ നിന്ന് എപ്പോഴും എനിക്ക് സപ്പോർട്ടായി നിന്ന് എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും, പിന്നെ AF സാറും, പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, പിന്നെ എല്ലാവരും ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സിനോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ റിപ്പീറ്റും ഇവിടെ തന്നെ ആയിരുന്നു. അന്ന് ഞാൻ M2 അപ്പോൾ എൻ്റെ സ്കോർ വന്നത് 598 ആയിരുന്നു. അന്ന് എനിക്ക് നല്ല വിഷമമായി, എന്തേ കിട്ടാൻ. എനിക്കൊന്ന് വിഷമത്തിലേറെ എനിക്ക് ദേഷ്യം വന്നു. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യൂല, എന്തായാലും ഞാൻ ഉറപ്പിച്ചു എൻ്റെ മനസ്സിൽ. ഓക്കെ, ഇനിയൊരു റിപ്പീറ്റ് ഇല്ല, കഴിഞ്ഞു. എനിക്ക് ഇതിലെന്താണോ കിട്ടുന്നത് അതിന് ഞാൻ പോകാൻ വിചാരിച്ചു. അന്നാണ് AF സാർ വിളിച്ചെന്നെ കൺവിൻസ് ചെയ്യുന്നത്, ഒന്നുകൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരു വട്ടം കൂടിയും ചേർന്നു. അപ്പോൾ ചേർന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു സഡൻ ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എത്രത്തോളം എനിക്ക് ഇനിയും പഠിക്കാണ്ടെന്നുള്ളത്, ഇനിയും എത്രയോ പഠിക്കാണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചു. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ലൈബ്രറിയും ഹോസ്റ്റൽ തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു എക്സാം ഓരോ കൊല്ലം കൂടുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആവും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞ് എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ പറ്റുമോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് പോർഷനൊക്കെ മുന്നേ തീർന്നിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറേ സമയം ഉള്ളതുകൊണ്ട് കുറേ മോക്ക് ടെസ്റ്റുകൾ എഴുതി. മാത്രമല്ല ഇത് കുറച്ച് നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല മെൻ്റൽ സപ്പോർട്ട് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് അതിനായിട്ട് സെഷൻസൊക്കെ വെച്ച് എവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റി. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ്. പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും എല്ലാ സ്റ്റാഫ്സിനോടും താങ്ക് യു.